നമസ്കാരം, ഞാൻ ബൈജു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാൻ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വേലുപ്പാടം ഫോറസ്റ്റ് ഓഫീസും റോഡും ഉപരോധിച്ചു. തൃക്കൂർ പഞ്ചായത്തിലെ തുരുത്തിക്കാട് പാടശേഖര സമിതിയുടെ മോട്ടോർ മോഷണം പോയി. വേനൽക്കാലങ്ങളിൽ കൃഷി ആവശ്യവുമായി ഉപയോഗിക്കുന്ന 10 HP മോട്ടോറാണ് മോഷണം പോയത്. സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ചാലക്കുടി ഉപജില്ലാതല ചരിത്ര കോൺഗ്രസിന് വേദിയായി കോടാലി ഗവൺമെന്റ് LP സ്കൂൾ. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പതിറ്റാണ്ടുകളോളം തരിശുകിടന്ന പാടത്ത് പൊന്നുവിളയിച്ച് കനകമല പഴമ്പിള്ളിയിലെ കടുംകുറ്റിപ്പാടത്തെ ഒരു കൂട്ടം കർഷകർ. ആഘോഷമായി മുണ്ടകൻ കൃഷിയുടെ കൊയ്ത്തുത്സവം. പുലക്കാട്ടുകരയിൽ സംയോജിത കൃഷിക്കൊരുങ്ങിയ നെന്മണിക്കര പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് 80 സെന്റ് തരിശു നിലത്തിലാണ് സംയോജിത പച്ചക്കറി കൃഷി ആരംഭിച്ചിരിക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാൻ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേലുപ്പാടം ഫോറസ്റ്റ് ഓഫീസ് ഉപരോധവും റോഡ് ഉപരോധവും സംഘടിപ്പിച്ചു. ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങളുടെ നിരന്തര അക്രമങ്ങളിൽ 7ഓളം ജീവനുകൾ പൊലിഞ്ഞിട്ടും ഭരണകൂടം അനാസ്ഥ കാട്ടുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. പ്രതിഷേധ പരിപാടികൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുശീൽ ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് EM ഉമ്മർ മുഖ്യപ്രഭാഷണം നടത്തി. PT വിനയൻ, ഔസേബ് ചെരടായി, മോളി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. അത്രയധികം ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും വിഷമത്തിലും പ്രയാസത്തിലുമാണ്. കാരണം 7ഓളം ജീവനുകൾ ഇതുവരെയായി പൊലിഞ്ഞു. അതിലധികം ആളുകൾക്ക് പരിക്കുകൾ പറ്റി. അതിൽ കൂടുതൽ ആളുകൾക്ക് സ്വത്തുനാശം സംഭവിച്ചു. എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടുകളാലും പ്രശ്നങ്ങളാലും ജീവന് ആപത്തും മനുഷ്യജീവന് ആപത്തും വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് ആപത്തും ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചാണ് നമ്മുടെ ഈ വേലുപ്പാടം, പാലപ്പള്ളി, എച്ചിപ്പാറ തുടങ്ങിയ എല്ലാ മേഖലകളിലുമുള്ള ജനങ്ങൾ ജീവിച്ചു വരുന്നത്. ഈ സമരങ്ങൾ നമ്മൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എത്രയോ നാളുകളായി വന്യമൃഗങ്ങളുമായി കൊണ്ടുള്ള ഏറ്റവും വലിയ പോരാട്ടങ്ങൾ, അഭിമാനികളുള്ള സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ 7 മനുഷ്യ ജീവനുകൾ പൊലിഞ്ഞപ്പോഴും ഇന്നും മൃതപ്രായരായി ഒട്ടേറെ ആളുകൾ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ പരിക്ക് പറ്റി കിടക്കുമ്പോഴും ഇന്ന് ഈ അവസരത്തിൽ പോലും അടുത്ത മണിക്കൂറിൽ ആരുടെയാണ് ജീവൻ നഷ്ടപ്പെടുക എന്ന് പോലും വളരെ നിരാശാജനകമായ ഒരു സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരമൊരു ധാർമ്മിക സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കേരള സർക്കാർ ഇനി വരുന്ന വർഷത്തിലേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഇന്നാറിലെ സർവ്വസാധാരണക്കാരായ ആളുകൾക്ക് അവർക്ക് ആശ്വാസമാകേണ്ട ഒരു പദ്ധതി പോലും പ്രഖ്യാപിക്കാതെ മുന്നോട്ട് പോയ ഒരു ബഡ്ജറ്റാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞത്. അത് തൊട്ട് മുമ്പത്തെ ദിവസമാണ് തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ തുരുത്തിക്കാട് പാടശേഖര സമിതിയുടെ മോട്ടോർ മോഷണം പോയി. വേനൽക്കാലങ്ങളിൽ തുരുത്തിക്കാട് പാടശേഖര സമിതിയുടെ കൃഷി ആവശ്യത്തിന് പ്രധാനമായി ഉപയോഗിക്കുന്ന 10 HP മോട്ടോറാണ് മോഷണം പോയത്. ചൊവ്വാഴ്ച രാവിലെ വൈദ്യുത തകരാർ തീർക്കുന്നതുമായി ബന്ധപ്പെട്ട് എത്തിയ KSEB അധികൃതരാണ് മോട്ടോർ മോഷണം പോയി എന്ന വിവരം സമിതി അംഗങ്ങളെ അറിയിക്കുന്നത്. കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്ന പ്രവൃത്തി ചെയ്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് പ്രദേശത്ത് സന്ദർശനം നടത്തിയ തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് പറഞ്ഞു. 10 HP മോട്ടർ അടിക്കാൻ വന്നപ്പോഴാണ് കർഷകർ ഇവിടെ നോക്കുമ്പോഴാണ് കാണുന്നത് മോട്ടർ കാണുന്നില്ല. ആരാണ് കൊണ്ടുപോയത് നമുക്ക് വ്യക്തമല്ല. എന്തായാലും ഒരുപാട് കർഷകർക്ക് ഗുണപ്രദമായ രീതിയിൽ ഈ മോട്ടോർ പമ്പിങ് നടത്തി കഴിഞ്ഞാൽ നടത്താവുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ മോട്ടോർ കാണുന്നില്ല. ആരാണ് കൊണ്ടുപോയതെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും ഇങ്ങനെയുള്ള കുറേ കളവുകൾ ഈ പ്രദേശങ്ങളിൽ നടന്നു വരികയാണ്.
ഇതിന് ശക്തമായ നടപടിയെടുത്ത് ഇതാരാണ് കൊണ്ടുപോയെന്ന് തെളിയിച്ച് അവർക്ക് കർശനമായ ശിക്ഷ നടപ്പിലാക്കണമെന്നാണ് തൃക്കൂർ പഞ്ചായത്തിന് വേണ്ടി പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ. പഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ തൊഴുക്കാട്ട്, സൈമൺ നമ്പാടൻ, അജീഷ് മുരിയാടൻ, മുൻ പഞ്ചായത്ത് അംഗം സന്ദീപ് കണിയത്ത്, പാടശേഖര സമിതി അംഗങ്ങൾ, കൃഷി ഓഫീസർമാർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. ലഹരി ഉപയോഗിക്കുന്ന സംഘം സ്ഥിരമായി പ്രദേശത്ത് തമ്പടിക്കുന്നുണ്ടെന്നും സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ചെയ്തവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. ഈ പ്രദേശം ഒരു വിജനമായ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ രാത്രി കാലങ്ങളിൽ ഒരു ശല്യമുള്ള സ്ഥലമാണ്. പ്രധാനമായിട്ടും ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് പിന്നെ രാത്രി കാലങ്ങളിൽ ഇതിലെ യാത്രക്കാർക്ക് പോകാൻ വരാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്. സംഭവത്തിൽ പുതുക്കാട് പോലീസിലും തൃക്കൂർ പഞ്ചായത്ത്, കൃഷിഭവൻ എന്നിവിടങ്ങളിലും തുരുത്തിക്കാട് പാടശേഖര സമിതി പരാതി നൽകി. സമയത്തും സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ചാലക്കുടി ഉപജില്ലാതല ചരിത്ര കോൺഗ്രസിന് വേദിയായി കോടാലി ഗവൺമെന്റ് LP സ്കൂൾ. കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് അംഗം KS സൂരജ് അധ്യക്ഷനായി. പ്രധാനാധ്യാപിക TM ശകുന്തള, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KV അമ്പിളി, ചാലക്കുടി ഉപജില്ലാ വികസന സമിതി ട്രഷറർ UU ചന്ദ്രൻ, BRC പ്രതിനിധി CK രാധാകൃഷ്ണൻ, MPTA പ്രസിഡന്റ് സവിത ജനൻ, സീനിയർ അധ്യാപിക KP രജനി എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി ഉപജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രാദേശിക ചരിത്രാന്വേഷണ യാത്രകളിലെ കണ്ടെത്തലുകൾ അവതരിപ്പിച്ചു. മത്സരാടിസ്ഥാനത്തിൽ നടന്ന അവതരണത്തിൽ നിന്ന് ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, UP വിഭാഗങ്ങളിൽ നിന്ന് വിജയികളെ കണ്ടെത്തി. കലാ സാംസ്കാരിക അധ്യാപന രംഗങ്ങളിൽ വിദഗ്ധരായ MV പ്രസന്നകുമാരി, PH രവി, AT ജോസ് എന്നിവർ വിധികർത്താക്കളായിരുന്നു. പതിറ്റാണ്ടുകളോളം തരിശുകിടന്ന പാടത്ത് പൊന്നു വിളയിച്ചിരിക്കുകയാണ് കനകമല പഴമ്പിള്ളിയിലെ കടുംകുറ്റിപ്പാടത്തെ ഒരു കൂട്ടം കർഷകർ. കൊടകര പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായത്തോടെ തരിശുനിലത്തിൽ ഇറക്കിയ മുണ്ടകൻ കൃഷിയുടെ കൊയ്ത്തുത്സവം ഉത്സവാന്തരീക്ഷത്തിലാണ് കഴിഞ്ഞ ദിവസം നടന്നത്. കൊടകര കൃഷിഭവന് കീഴിലെ തേശ്ശേരി തെക്ക് പാടത്തിന്റെ ഭാഗമായ കടുംകുറ്റിപ്പാടത്തെ 18 ഏക്കറോളം നിലം വർഷങ്ങളായി തരിച്ചു കിടക്കുകയായിരുന്നു. ഒരു കാലത്ത് ആണ്ടിൽ 3 വട്ടം കൃഷി ഇറക്കിയിരുന്ന പാടശേഖരമാണ് ഇത്. പാടശേഖരത്തിലെ വെള്ളക്കെട്ടാണ് ഇവിടെ കൃഷി ഇറക്കാൻ പ്രധാന തടസ്സമായിരുന്നത്. പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ കർഷകർ ചേർന്ന് തരിശു നിലത്തിൽ കൃഷി ഇറക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിനായി തോടുകൾ പുനരുദ്ധരിച്ച് വെള്ളം ഒഴുക്കിക്കളയാൻ സൗകര്യമൊരുക്കി. സ്വന്തമായി കൃഷി ഇറക്കാൻ കഴിയാത്ത കർഷകരുടെ നിലം പാട്ടത്തിനെടുത്ത് കൃഷി ഇറക്കാൻ തയ്യാറായി. ഏതാനും കർഷകർ മുന്നോട്ട് വന്നതോടെ കടുംകുറ്റിപ്പാടത്തെ തരിശ് നെൽകൃഷിക്ക് വഴിമാറി. നിലമൊരുക്കുന്നതിന് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായവും കർഷകർക്ക് ലഭിച്ചു. അങ്ങനെ ആദ്യമായി ഞങ്ങളുടെ ഒരു സ്വപ്നം, ഞങ്ങളുടെ കാരണന്മാർ ഇവിടെ കൃഷി ചെയ്ത ആ കാഴ്ചപ്പാട് ഞങ്ങൾക്ക് ഇവിടെ പൂവണിയിക്കാൻ പറ്റി. അതിൻ്റെ മെയിൻ കാരണം ഞങ്ങളുടെ ഈ തോട് വൃത്തിയായപ്പോൾ തന്നെ, ഈ തോട് പൊട്ടിച്ച് അതിൻ്റെ മണ്ണ് കളഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ വെള്ളം കെട്ടി നിന്നു. ഞങ്ങൾ ഇപ്പോൾ വിത്താണ് കൃഷി ചെയ്താണ്. ഇനി ഏകദേശം ഇതിലൊരു 4 ഏക്കറോളം കൂടി നമുക്ക് പണിയാനുണ്ട്. അത് അടുത്ത വർഷത്തേക്ക് ഞങ്ങൾ അടുത്ത ഒരു തരിശിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അടുത്ത 4 ഏക്കർ ഞങ്ങൾ പണിയും. കടുംകുറ്റിപ്പാടത്തെ തരിശു നീക്കി കൃഷിയോഗ്യമാക്കിയ 14 ഏക്കറിൽ 7 ഏക്കർ നിലവും പാട്ടത്തിനെടുത്ത് കൃഷി ഇറക്കിയത് ലളിത എന്ന കർഷകയാണ്. വർഷങ്ങളായി നിലം പാട്ടത്തിനെടുത്ത് നെൽകൃഷി ചെയ്തു വരുന്ന കർഷകയാണ് ലളിത. വിത്ത് ഉപയോഗിച്ച് കടുംകുറ്റിപ്പാടത്തിറക്കിയ മുണ്ടകൻ കൃഷിയുടെ വിളവെടുപ്പ് കഴിഞ്ഞ ദിവസം പൂർത്തിയായി. ഈ കടുംകുറ്റിപ്പാടം വളരെയധികം കാട് പിടിച്ച് മുടിഞ്ഞൊരു മല പോലെ കിടക്കണ ഈ പാടം കണ്ട് വളരെ വിഷമം തോന്നി. അതുകൊണ്ട് ഞാൻ ഈ പാടത്ത് പണിയണം, എനിക്ക് കൃഷി ചെയ്യുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഈ പാടത്ത് കൃഷി ചെയ്യാൻ ഇറങ്ങിയതോടുകൂടി എല്ലാ കർഷകരും പണിയണ്ട എന്ന് വിചാരിച്ചിരുന്ന ഒരുവിധം 10 പേരടങ്ങുന്ന ഒരു കർഷകർ എൻ്റെ ഒപ്പം കുറേശ്ശെങ്കിലും പണിയാൻ അവർ മനസ്സ് കാണിച്ചു. അതുകൊണ്ട് അവരെ 10 പേരുടെ വീട്ടിലേക്കും അത്യാവശ്യത്തിനുള്ള നെല്ല്. വർഷങ്ങൾക്ക് ശേഷം കടുംകുറ്റിപ്പാടത്ത് നെല്ല് വിളഞ്ഞു കണ്ടതിൻ്റെ ആഹ്ലാദത്തിലാണ് ഇവിടുത്തെ കർഷകർ. തരിശു നിലത്തിൽ കൃഷി ഇറക്കി മികച്ച വിളവ് കൊയ്തെടുത്ത ഇവിടുത്തെ കർഷകരും നേതൃത്വം നൽകിയ പാടശേഖര സമിതിയും മറ്റു കർഷകർക്ക് മാതൃകയാവുകയാണ്. പുലക്കാട്ടുകരയിൽ സംയോജിത കൃഷിക്കൊരുങ്ങി നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത്. തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് 80 സെന്റ് തരിശു നിലത്തിലാണ് സംയോജിത പച്ചക്കറി കൃഷി ആരംഭിച്ചിരിക്കുന്നത്. വിഷുവിപണിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പയർ, മുളക്, തക്കാളി, പാവക്ക, വെള്ളരി, മത്തൻ, കുമ്പളം എന്നീ വിളകളാണ് കൃഷി ചെയ്യുന്നത്. സംയോജിത കൃഷിയുടെ തൈനടിയിൽ കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു.
നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി റനീഷ്, ഫാദർ സിജു പുളിക്കൻ, പഞ്ചായത്ത് സെക്രട്ടറി K അജിത, കൃഷി ഓഫീസർ MC രേഷ്മ, വാർഡംഗം സണ്ണി ചെറിയാലത്ത്, തലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷാജു അയ്യഞ്ചിറ എന്നിവർ സന്നിഹിതരായിരുന്നു. 80 സെന്റ് സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. BMS സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി BMS പുതുക്കാട് മേഖലയുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. BMS ജില്ലാ അധ്യക്ഷൻ KV വിനോദ്, മേഖലാ സെക്രട്ടറി ഉണ്ണി പുതിയേടത്തിന് പതാക നൽകി ഉദ്ഘാടനം ചെയ്തു. കല്ലൂർ മാവിൻചുവട് നിന്നും ആരംഭിച്ച ജാഥ തൃക്കൂർ ശിവക്ഷേത്രത്തിന് മുൻവശം സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ മേഖലാ സെക്രട്ടറി ഉണ്ണി പുതിയേടത്ത് മുഖ്യപ്രഭാഷണം നടത്തി. മേഖലാ പ്രസിഡന്റ് വിമൽ കൊരട്ടിക്കാരൻ, TI നാരായണൻ, MV രാജൻ എന്നിവർ പ്രസംഗിച്ചു. ഈ മാസം 9, 10, 11 തീയതികളിൽ പാലക്കാട് വെച്ചാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. പുതുക്കാട് ചിപ്സ് കോർണറിന്റെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. വിപുലമായ സൗകര്യങ്ങളോടുകൂടിയാണ് ചിപ്സ് കോർണറിന്റെ രണ്ടാമത് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. KK രാമചന്ദ്രൻ MLA സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ആദ്യ വിൽപ്പന നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അൽജോ പുളിക്കൻ, സതി സുധീർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, പഞ്ചായത്ത് അംഗം ഷാജു കാളിയേങ്കര, പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ, വനിതാ വിവിധോദ്ദേശ സഹകരണ സംഘം പ്രസിഡന്റ് രജനി സുധാകരൻ എന്നിവർ ഉദ്ഘാടന വേളയിൽ ആശംസകൾ നൽകി. പുതുക്കാട് സെന്ററിൽ കഴിഞ്ഞ 7 വർഷമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ മികച്ച വിഭവങ്ങൾ മാത്രം ലഭ്യമാക്കുന്നു. കൂടുതൽ ഭക്ഷ്യവിഭവങ്ങളുമായാണ് രണ്ടാമത് ഷോറൂം ആരംഭിച്ചിരിക്കുന്നത്. യാതൊരുവിധ മായവുമില്ലാതെ നാടിന്റെ പാരമ്പര്യ രുചിഭേദങ്ങളിൽ തയ്യാർ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ് ചിപ്സ് കോർണറിന്റെ പ്രത്യേകത. കൊതിയൂറും വിഭവങ്ങൾക്കായി പുതുക്കാട് ചിപ്സ് കോർണർ. ഒരു നന്മ ചിപ്സ് കോർണർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സംരംഭം. ഫോൺ 8111 800163 8111 892483. സഹോദര സ്ഥാപനം ചിപ്സ് കോർണർ പുതുക്കാട്. ആനന്ദപുരം ഗവൺമെന്റ് UP സ്കൂളിന്റെ പുതിയ കിച്ചൺ ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനം മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ ക്ഷേമകാര്യ സമിതി ചെയർമാൻ KU വിജയൻ അധ്യക്ഷനായിരുന്നു. PTA പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ AS സുനിൽകുമാർ, പ്രധാനാധ്യാപിക ബീന സന്തോഷ്, അധ്യാപികയായ ഇന്ദു, MPTA പ്രസിഡന്റ് ഷീബ ജയൻ എന്നിവർ പ്രസംഗിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹായത്തോടുകൂടിയാണ് 7.25 ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയ കിച്ചൺ ബ്ലോക്ക് നിർമ്മിക്കുന്നത്. റവന്യൂ വകുപ്പിൽ നിന്ന് വിരമിച്ച വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാല സെക്രട്ടറിക്ക് വായനശാല കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്നേഹാദരം ഒരുക്കി. ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P. ജോസ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് PG മോഹനൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ KS സൂരജ്, ചിത്ര സുരാജ്, ഷൈബി സജീവ്, ചാലക്കുടി തഹസീൽദാർ EN രാജു, ജോയ് കൈതാരത്ത്, ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ, സുഭാഷ് മൂന്നുമുറി, റഷീദ് ഏറത്ത്, AM സുധീർ എന്നിവർ പ്രസംഗിച്ചു. ബജറ്റിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാരെ അവഗണിച്ചു എന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷനേഴ്സ് ജനത SSPJ സംസ്ഥാന കമ്മിറ്റി യോഗം കുറ്റപ്പെടുത്തി. മിനിമം പെൻഷൻ 3000 രൂപയാക്കുക, 80 വയസ്സ് കഴിഞ്ഞവർക്കും ഭിന്നശേഷിക്കാർക്കും പെൻഷൻ 5000 രൂപയാക്കുക, സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാർക്ക് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉടൻ വീടുകൾ വെച്ച് നൽകുക, സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാർക്ക് ചികിത്സാ സഹായ പദ്ധതി ആവിഷ്കരിക്കുക, കേന്ദ്ര ഗവൺമെന്റ് 5000 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കളക്ടറേറ്റുകൾക്ക് മുന്നിൽ ധർണ നടത്തുവാൻ യോഗം തീരുമാനിച്ചു. യോഗം സംസ്ഥാന രക്ഷാധികാരി അഡ്വക്കേറ്റ് ഷാജൻ മഞ്ഞളി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോക്കിൻ പെരേര അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കോർഡിനേറ്റർ E. തമ്പി, ജില്ലാ പ്രസിഡന്റ് NK രവീന്ദ്രൻ, ജില്ലാ ജനറൽ സെക്രട്ടറി IP. കുട്ടൻ, PV. ഹരിദാസ്, വയനാട് ജില്ലാ വൈസ് പ്രസിഡന്റ് IV. വേലുക്കുട്ടി, അബ്ദുൽ മനാഫ്, AL. പോൾ, MA. ഇഗ്നേഷ്യസ്, മേരിക്കുട്ടി ഇഗ്നേഷ്യസ്, TA. കുര്യൻ,
PV അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് സിഗ്നലിന് സമീപമുള്ള കെട്ടിടം കേസ് നിലനിൽക്കെ തുറന്നു പ്രവർത്തിക്കാൻ അധികൃതർ അനുമതി നൽകിയതിനെതിരെ BJP പുതുക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. കടയ്ക്ക് വീണ്ടും തുറന്നു പ്രവർത്തിക്കുന്നതിന് സഹായമേകുന്ന തരത്തിലുള്ള നടപടിയാണ് പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് BJP ആരോപിച്ചു. നടപടിക്കെതിരെ പ്രതിഷേധ സമരങ്ങൾക്കും നിയമ പോരാട്ടത്തിനും BJP പുതുക്കാട് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. കല്ലേറ്റുങ്കര K. കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗത്തിൽ ലെക്ചററുടെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത MA ഇംഗ്ലീഷ്, B.Ed. ഇന്റർവ്യൂ ഈ മാസം 8 രാവിലെ 10 മണിക്കായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0482 0272 0746 എന്ന നമ്പറിൽ വിളിക്കുക. ചെങ്ങാലൂർ രണ്ടാംകല്ല് ALP സ്കൂളിൽ അധ്യാപകരുടെ സ്ഥിര നിയമനത്തിന് ഒഴിവുകളുണ്ട്. യോഗ്യത KTET 1, TTC അല്ലെങ്കിൽ D.Ed. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 9 കൂടുതൽ വിവരങ്ങൾക്ക് 9946 265859 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പീച്ചിയിലെ വനഗവേഷണ സ്ഥാപനത്തിൽ ഗവേഷണ പദ്ധതിയിലേക്ക് 2 പ്രോജക്ട് ഫെലോയെ നിയമിക്കുന്നു. യോഗ്യത അഗ്രികൾച്ചർ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സയൻസ് അല്ലെങ്കിൽ ഫോറസ്ട്രി ഇവയിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള 1ാം ക്ലാസ് ബിരുദാനന്തര ബിരുദം. കൂടുതൽ വിവരങ്ങൾക്ക് 0487 26901000 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5795 രൂപയും പവന് 46,360 രൂപയും രേഖപ്പെടുത്തി. പുതുക്കാട് ഒല്ലൂർക്കാരൻ പരേതനായ കൃഷ്ണൻ ഭാര്യ വള്ളിയമ്മ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഉഷ, അല്ലി, ഭരതൻ, അജിത, അനിത, അനിൽ, പരേതയായ കോമളവല്ലി എന്നിവർ മക്കളും വേലായുധൻ, സുകുമാരൻ, വിക്രമൻ, സുബ്രഹ്മണ്യൻ, സുധൻ എന്നിവർ മരുമക്കളുമാണ്. തൃശൂർ മൈലിപ്പാടം അരിമ്പൂര് ചെവൂക്കാരൻ ഡേവിസ് ഭാര്യ അമ്മിണി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 പുതുക്കാട് സെന്റ് ആന്റണീസ് പള്ളിയിൽ. നീന, സെറിൻ എന്നിവർ മക്കളും പ്രസാദ് താഴത്ത്, ബ്ലിസ് തോട്ടാൻ എന്നിവർ മരുമക്കളുമാണ്. ചെങ്ങാലൂർ കരയാമ്പുള്ളി കേശവൻ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കല്ലൂർ ആദൂർ മഞ്ഞളി പരേതനായ ലോനക്കുട്ടി ഭാര്യ മേരിക്കുട്ടി അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാൻ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വേലുപ്പാടം ഫോറസ്റ്റ് ഓഫീസും റോഡും ഉപരോധിച്ചു. തൃക്കൂർ പഞ്ചായത്തിലെ തുരുത്തിക്കാട് പാടശേഖര സമിതിയുടെ മോട്ടോർ മോഷണം പോയി. വേനൽക്കാലങ്ങളിൽ കൃഷി ആവശ്യവുമായി ഉപയോഗിക്കുന്ന 10 HP-യുടെ മോട്ടോറാണ് മോഷണം പോയത്. സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ചാലക്കുടി ഉപജില്ലാതല ചരിത്ര കോൺഗ്രസിന് വേദിയായി കോടാലി ഗവൺമെന്റ് LP സ്കൂൾ. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പതിറ്റാണ്ടുകളോളം തരിശുകിടന്ന പാടത്ത് പൊന്നുവിളയിച്ച് കനകമല പഴമ്പിള്ളിയിലെ കടുംകുറ്റിപ്പാടത്തെ ഒരു കൂട്ടം കർഷകർ ആഘോഷമായി മുണ്ടകൻ കൃഷിയുടെ കൊയ്ത്തുത്സവം. പുലക്കാട്ടുകരയിൽ സംയോജിത കൃഷിക്കൊരുങ്ങിയ നെന്മണിക്കര പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് 80 സെന്റ് തരിശു നിലത്തിലാണ് സംയോജിത പച്ചക്കറി കൃഷി ആരംഭിച്ചിരിക്കുന്നത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയുന്നതിന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.